വി എസിന് ഉള്ളതും ഇല്ലാത്തതുമായ കഴിവുകൾ ആകാശത്തോളം പാടിപ്പുകഴ്ത്തപ്പെട്ടു. അങ്ങനെ കോൺഗ്രസ്സുകാർക്കും ലീഗുകാർക്കും ഒക്കെ അടിതെറ്റി. മാത്രമല്ല, ലീഗിനോട് ജനങ്ങൾക്ക് വിപ്രതിപത്തി തോന്നാൻ വേറെ മറ്റ് പല കാരണങ്ങളുണ്ടായിരുന്നു. ഐസ്ക്രീം പാർലർ കേസടക്കം, റജീനയുടെ വെളിപ്പെടുത്തൽ, നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ട്, മാറാട് പുനരധിവാസം, ഇങ്ങനെ 100,000 പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പിലാണ് ലീഗിന് വലിയ തിരിച്ചടി ഉണ്ടായത്. കുറ്റിപ്പുറത്ത് സാക്ഷാൽ PK കുഞ്ഞാലിക്കുട്ടി തോറ്റു. മാങ്കടയിൽ MK മുനീർ തോറ്റു. തിരൂര് IET മുഹമ്മദ് ബഷീർ തോറ്റു. പെരിന്തൽമണ്ണയിൽ നാലകത്ത് സൂപ്പി മത്സരിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് തോൽക്കാൻ പറ്റിയില്ല. അദ്ദേഹം പിന്നീട് ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല. ആ വഴി പോയി. മറ്റ് പ്രമുഖ നേതാക്കളെല്ലാവരും തെരഞ്ഞെടുപ്പ് ഗോതയിൽ മലന്നടിച്ച് വീണു. ആ തവണ ആണ് കേരളത്തിൽ ഏറ്റവും വലിയ അട്ടിമറി, കേരളത്തെ ഞെട്ടിച്ച അട്ടിമറി എന്ന് തന്നെ പറയാം. അന്ന് ആ ഒരു യുവ നേതാവായിരുന്ന, ഈ യൂത്ത് ലീഗിൻ്റെ നേതാവായിരുന്ന KT ജലീൽ പുള്ളി പാർട്ടി വിട്ട് മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ച് മാർക്സിസ്റ്റ് സ്വതന്ത്രനായിട്ട് കുറ്റിപ്പുറത്ത് മത്സരിച്ചു.